ഫ്രണ്ട്സ് നമ്മൾ അപ്പോൾ ആഗ്ര ഫോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് ഒരു 2 പേരെ കിട്ടിയായിരുന്നു. അപ്പോൾ അവർ ബാക്കിലുണ്ട്, അവരായിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ആഗ്ര ഫോർട്ടിലോട്ട് 30 രൂപ വരുന്നുള്ളൂ. ഫ്രണ്ട്സ് ഇപ്പോൾ ആഗ്ര ഫോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആഗ്ര ഫോർട്ട്. നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ 35 രൂപ. അവിടെ അത്യാവശ്യം ക്യൂ ഉണ്ടായി ടിക്കറ്റ് എടുക്കാൻ. അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്യൂ ഒക്കെ ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആഗ്ര ഫോർട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് ഇപ്പോൾ ഇതിൻ്റെ ആഗ്ര ഫോർട്ടിൻ്റെ അകത്താണ് കണ്ടുപിടിക്കണത്. ഇത് ഫുള്ള് ചെളി കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയേക്കണേന്ന് തോന്നുന്നത്. കണ്ടോ, തേച്ചേക്കണതൊക്കെ മണ്ണ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇതെല്ലാം ഇഷ്ടിക വെച്ചിട്ടാണ് പണിതേക്കണത്. ഇവിടെയൊക്കെ തേച്ചേക്കണത് മണ്ണ് വെച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ ആഗ്ര ഫോർട്ടിൽ നിന്ന് എന്തായാലും അധികം വൈകാതെ ഇറങ്ങാൻ വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മണിക്ക് ഉള്ളിലെങ്കിലും ട്രെയിൻ കയറിയാലാണ് നമുക്ക് ഒരു 10 മണിയൊക്കെ നമുക്ക് ഡൽഹി എത്താൻ പറ്റത്തുള്ളൂ. ഡൽഹി എത്തിയതിന് ശേഷം നമുക്കൊരു 12 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ബസ് വരുന്നത് ഋഷികേശ്. അപ്പോൾ ഏകദേശം സമയം 4 മണി ആവാറായി. അപ്പോൾ അധികം വൈകാതെ ഇവിടുന്ന് ഇറങ്ങാൻ വേണം. എന്തായാലും ഇന്നത്തെ യാത്ര ഇപ്പോൾ ഫുഡ് ഇന്ന് രാവിലത്തെ സ്കിപ്പ് ചെയ്തു, ഉച്ചകളത്തെ ഫുഡ് സ്കിപ്പ് ചെയ്തു. വിശക്കണില്ല, ഒരു യാത്ര ചെയ്യാനുള്ളൊരു എന്താണെന്ന് അറിയാൻ പാടില്ല. വിശക്കണില്ല എന്തായാലും. ഫ്രണ്ട്സ്, നമ്മൾ താജ്മഹലിൻ്റെ ബാക്കിലൊരു പുഴയെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഞാനൊരു വിഷ്വൽ കാണിച്ചായിരുന്നില്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാലും നമുക്ക് താജ്മഹൽ കാണാം. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതത്രയും സൂമല്ലാന്ന് തോന്നുന്നു, പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. ഒരു വെള്ളപ്പൊട്ട് പോലെ അവിടെ കാണാൻ പറ്റുന്നത് അതാണ് താജ്മഹൽ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്ന താജ്മഹലിൻ്റെ ബാക്ക് സൈഡാണ് ഇതെന്ന് തോന്നണം. ഫ്രണ്ട്സ്, ഇവിടെ ഇഷ്ടംപോലെ അണ്ണാമാരെ കാണാട്ടതേ ഓടിപ്പോണു. ഈ ലോണിൽ ഫുള്ള് അണ്ണാന്മാരാണ്. 1 2 3 4 കുറേ അണ്ണാന്മാരുണ്ട് ഇവിടെ. അപ്പോൾ എനിക്കധികം സമയമില്ല ഒരിടത്ത് നിൽക്കാനായിട്ടേ. ടൈം വളരെ കുറവാണ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കൺസ്ട്രക്ഷൻസൊക്കെ ഭയങ്കര പെർഫെക്റ്റഡാണ്. എത്ര വർഷം പഴക്കമുള്ള അന്ന് ഇവർ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിരുന്നു. നമ്മുടെ ഇപ്പോഴല്ലേ ആർക്കിടെക്ചറിങ് കാര്യങ്ങൾ അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നത്. പക്ഷേ ഇത് ഒന്ന് ആലോചിച്ച് നോക്കണം, 1800-കളിലോ ഒക്കെ പണിതായിരിക്കണം ഇതൊക്കെ. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പെർഫെക്ഷൻ നോക്കണം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആൾക്കാരുടെ ചിന്താഗതി ഒക്കെ വളരെ മനോഹരമായിരുന്നു. ആ ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഇതുപോലെയുള്ള അത്ഭുതങ്ങളെല്ലാം ഇവിടെ പണിത് വെച്ചിട്ടിരിക്കുന്നത്. താജ്മഹൽ ഇപ്പോൾ ഇത് തന്നെ കണ്ടില്ലേ. അപ്പോൾ അതുപോലെ തന്നെ വേറെ തമിഴ്നാട്ടിൽ കുറേ അമ്പലങ്ങളുണ്ട്. ഞാനൊരു വ്ലോഗ് ഉണ്ടായിരുന്നു, നിഴൽ വീഴാത്തത്. എങ്ങനെ വെട്ടടിച്ചാലും അവിടെ നിഴൽ വീഴില്ല. ആ രീതിയിലൊക്കെയാണ് ഇന്ന് പണിതിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെ ഒരു കൺസ്ട്രക്ഷൻ സാധ്യമാവോ എന്നുള്ളത് സംശയമാണ്. ഇതെല്ലാം പണിത ഒരാളുടെ തലയുണ്ടല്ലോ, അതൊക്കെ സമ്മതിക്കണം.
ഇവിടെ കുറേ സ്കൂൾ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായത്, ചെറിയ ചെറിയ പിള്ളേരൊക്കെയാണ് വന്നിട്ടുള്ളത്. ഒരു വലിയൊരു കിണറുണ്ട്, അതിൻ്റെ അകത്തോട്ട് കാണിക്കാനുള്ള അത് നല്ല ആഴമുണ്ട്. അതൊക്കെ പണിത് എന്താ കല്ലൊക്കെ ചെത്തി മിനുക്കി പണിതേക്കുന്നതാണ്. ഭയങ്കര മനോഹരമാണ്. അതിൻ്റെ വിഷ്വൽ അതിൻ്റെ അകത്തോട്ട് കാണിക്കാൻ പറ്റില്ല. അതിൻ്റെ മുകളിൽ നെറ്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ക്യാമറ വെച്ചിട്ട് വീഡിയോ കിട്ടുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ ആഗ്ര ഫോർട്ട് പെട്ടെന്ന് അധികം സമയമൊന്നും ഞാൻ എടുത്തില്ല, വേഗം കണ്ട് തീർത്തു എന്ന് പറയാം. ശരിക്കും നിന്ന് കാണാമായിരുന്നു, ഒരു 2 മണിക്കൂറൊക്കെ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് കണ്ടു പോകാമായിരുന്നു. പക്ഷേ ടൈം അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ വേഗം ഇറങ്ങണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇന്നത്തെ ആൾക്കാർ, ഞാൻ ഫസ്റ്റ് തന്നെ എന്താ ഇതിന് വന്നപ്പോൾ ബസ്സല്ല, നമ്മൾ ഓട്ടോ വിളിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് റെഡ് ഫോർട്ട് എന്നാണ്. അപ്പോൾ ഇവർ റെഡ് ഫോർട്ട് നമുക്കറിയാവുന്ന റെഡ് ഫോർട്ട് ഡൽഹിയിലാണ്. അപ്പോൾ ഇതിനെ ആഗ്ര ഫോർട്ട് എന്നേ കേട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു റെഡ് ഫോർട്ട് നമുക്ക് അറിയില്ലല്ലോ. ഞാൻ ഡൽഹിയിലുള്ള റെഡ് ഫോർട്ടാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കണം, അവർ റെഡ് ഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UP-യിൽ വന്നിട്ട് അവർ റെഡ് ഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ആഗ്ര ഫോർട്ടായിരിക്കും. ശരിക്കും റെഡ് ഫോർട്ട് വരുന്നത് ഡൽഹിയിലാണ്. അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇതുവരെ പ്ലാൻ ചെയ്ത രീതിയിലാണ് നമ്മുടെ ട്രിപ്പ് ഇതുവരെ വന്നേക്കണേ. നമ്മൾ UP-യിൽ വന്നതിന് ശേഷം നേരെ താജ്മഹൽ പോകണമെന്ന് പറഞ്ഞു, അവിടെ പോയി ആഗ്ര ഫോർട്ട് പോയി. ഇതെല്ലാം വലിയ ടൈമിംഗ് ഒന്നും വലിയ വിഷയമില്ല, നമ്മൾ വിചാരിച്ചേക്കാളും നേരത്തെ ഇപ്പോൾ എല്ലാം കണ്ടു തീർത്തിട്ടുണ്ട്. അപ്പോൾ എന്താ, ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയാൽ മതി. എല്ലാം ഇതുവരെ പ്ലാനിങ്ങിലാണ് വന്നേക്കുന്നത്. ഇനി ട്രെയിനൊന്നും ഡിലേ ഇല്ലാതെ ഡൽഹി എത്തി ഋഷികേശിലോട്ടുള്ള ബസ്സൊന്നും ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല. അത് ബുക്ക് ചെയ്യാൻ പറ്റി. നമുക്ക് നേരത്തെ തന്നെ പറ്റുമെങ്കിൽ എനിക്കൊരു ഒന്ന് ഉറങ്ങണം എന്നുണ്ട് മര്യാദയ്ക്ക്. അത്യാവശ്യം ടയേർഡായിപ്പോൾ യാത്ര ചെയ്തിട്ട്. അപ്പോൾ അവിടെ ഋഷികേശിലൊന്ന് എത്തിയിട്ടൊന്ന് കിടന്ന് ഉറങ്ങണമെന്നുണ്ട്. എന്തായാലും ഋഷികേശ് എത്തുമ്പോഴേക്കും രാവിലെ ഒരു 5 മണിയൊക്കെ ആവും. ചിലപ്പോൾ ഞാൻ ഡൽഹിയിൽ നിന്ന് ട്രെയിനും നോക്കുന്നുണ്ട്, ബസ്സും നോക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഡൽഹിയിൽ നിന്ന് ഋഷികേശിലോട്ട് എളുപ്പത്തിൽ എത്താമെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോകളിൽ ഞാൻ പറഞ്ഞു തരാം ഫ്രണ്ട്സ്. മെയിനായിട്ട് ഞാൻ നോക്കിയിട്ട് ബസ്സാണ് കൂടുതൽ കാണുന്നത്. അങ്ങനെ നമ്മൾ അതുവഴി എൻട്രി ചെയ്ത് അവിടെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഈ വഴി നമ്മൾ എക്സിറ്റിലോട്ട് വന്നേ. അപ്പോൾ നമ്മൾ പയ്യെ ആഗ്ര ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ആഗ്രാക്കണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട്, അവിടെ നമ്മൾ ബാഗൊക്കെ എടുത്ത് ഫസ്റ്റ് കിട്ടുന്ന ട്രെയിനിൽ തന്നെ തിരിച്ച് ഡൽഹിക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ UP-നോട് ബൈ പറയുകയാണ്.